ഹൈ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ബേസിക് HTML ഫോം ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്യുവറായിട്ട് HTML യൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു ഫോം സ്റ്റൈൽ ചെയ്യാൻ പോവുകയാണ്, അതും CSS ഉപയോഗിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും CSS എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, CSS യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഒരു വെബ് പേജ് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സംസാരിച്ച് ബോറടിപ്പിക്കാതെ നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത കോഡാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഞാനിവിടെ ലൈവ് പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ടൈപ്പ് ചെയ്ത കോഡ് അത്രയും എനിക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എനിക്ക് ആ സ്ക്രീനിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ലൈവ് സെർവർ വേണമെങ്കിലും യൂസ് ചെയ്യാം, രണ്ടിൻ്റെ പർപ്പസ് ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലൈവ് സെർവറിൽ ഞാനിത് റൺ ചെയ്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഒരു ഔട്ട്പുട്ട്. അപ്പോൾ ഇത് നമുക്കിനി സ്റ്റൈൽ ചെയ്ത് ഒരു ആക്ച്വൽ ഫോമായിട്ട് ഒരു ആക്ച്വൽ ഫോമിൻ്റെ രൂപത്തിൽ കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CSS എന്നുള്ളത്. അപ്പോൾ CSS നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫയലിൽ വരിക. ഫയൽ വന്ന ശേഷം മുകളിലെ ന്യൂ ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പേര് കൊടുക്കുക. നമ്മൾ style.css എന്നാണ് കൊടുക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, .html പോലെ ഒരു CSS ഫയലിന് .css എന്ന എക്സ്റ്റൻഷൻ കൊടുത്ത് വേണം നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. .css എന്നുള്ള ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾ മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, ശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ക്രിയേറ്റ് ആവുന്നതായിരിക്കും, അതായത് CSS ഫയൽ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു CSS പേജ്, അതായത് ഈ ഒരു CSS ഫയൽ നമ്മൾ ഇൻഡെക്സ് ഫയലായിട്ട് ലിങ്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ CSSൽ എന്തൊക്കെ കോഡ് എഴുതുന്നുണ്ടോ അത് ഈ ഒരു ഇൻഡെക്സ് പേജിൽ അതിൻ്റെ ചേഞ്ചസ് വരത്തുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് CSSൽ എന്തൊക്കെ ചേഞ്ച് വരുന്നുണ്ടോ, CSSൽ എന്തൊക്കെ നമ്മൾ കോഡ് എഴുതുന്നുണ്ടോ അതെല്ലാം ഇൻഡെക്സ് ഫയലിൽ ആ ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ ആ ഒരു CSS ഫയലിനെ ഇൻഡെക്സ് ഫയലുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ അത് ലിങ്ക് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന HTML യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് ലിങ്ക് ടാഗ് എന്നുള്ളത്. അപ്പോൾ അത് ലിങ്ക് ചെയ്യാനായിട്ട് നിങ്ങൾ index.html വരിക. ശേഷം ടൈറ്റിലിന് താഴെയായിട്ട് ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഒരു അബ്രിവേഷൻ വരും ഓട്ടോമാറ്റിക്കായിട്ട്. ശേഷം ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അത് ഓട്ടോ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ലിങ്ക് REL = സ്റ്റൈൽ ഷീറ്റ്, റിലേഷൻ സ്റ്റൈൽ ഷീറ്റ് ആണ്. അപ്പോൾ HRF എന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സ് ആണ്. അപ്പോൾ സോഴ്സ് ഏതാണ്? നമ്മൾ style.css എന്നുള്ളതാണ് സോഴ്സായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫോൾഡേഴ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഫോൾഡറിനകത്താണ് ഈ പറഞ്ഞ CSS മെൻഷൻ ചെയ്യുന്നെങ്കിൽ ആ പാത്ത് നിങ്ങൾ അവിടെ ഡിഫൈൻ ചെയ്യണം, HRFനകത്ത് ഡിഫൈൻ ചെയ്യണം. അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് ആ ഒരു സ്റ്റൈൽ ഷീറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് style.css എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ സ്റ്റൈലിൽ നിന്ന് പകുതി തന്നെ അടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അത് ഓട്ടോ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന. ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ VS കോഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. മിക്ക കോഡ് എഡിറ്റേഴ്സിനും ഇപ്പോൾ ഓട്ടോ കംപ്ലീഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് കോഡ് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ CSS പേജിനെ, അതായത് CSS ഫയലിനെ നമ്മൾ ഇൻഡെക്സ് ഫയലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് CSSൽ കോഡുകൾ എഴുതാം. ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ബ്രൗസറിൻ്റെ പാഡിങ്ങും മാർജിനും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് ആദ്യം ഈ ഡിഫോൾട്ട് മാർജിനും പാഡിങ്ങും നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ കസ്റ്റം മാർജിൻ പാഡിങ് ഒക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റാർ എന്നൊരു യൂണിവേഴ്സൽ സെലക്ടർ നമ്മൾ ഡിനോട്ട് ചെയ്യണം. ഡീഫോൾട്ടായിട്ട് ഉള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് ഈ പറഞ്ഞ സ്റ്റാർ കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. ശേഷം നമ്മൾ കേർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. കേർലി ബ്രാക്കറ്റ്സിനകത്ത് എന്തൊക്കെ എഴുതുന്നോ അതെല്ലാം ഇവിടെ ഈ ഒരു ബ്രൗസറിനകത്ത് അതിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഡീഫോൾട്ടായിട്ടുള്ള മാർജിനും പാഡിങ്ങും റിമൂവ് ആക്കാം. അതിനായിട്ട് പാഡിങ് എന്നുള്ളത് കൊടുത്തിട്ട് 0 കൊടുക്കുക, 0 പിക്സൽ. ശേഷം മാർജിൻ 0 പിക്സൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡീഫോൾട്ടായിട്ട് ആ ബ്രൗസറിനകത്തുള്ള മാർജിനും പാഡിങ്ങും റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് സൈസിങ് ബോർഡർ ബോക്സും കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് ബ്രൗസറിൽ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡീഫോൾട്ടായിട്ടുള്ള മാർജിനും പാഡിങ്ങും കളഞ്ഞു. അതുപോലെ തന്നെ ബോക്സ് സൈസിങ് നമ്മൾ ബോർഡർ ബോക്സും കൊടുത്തു. ഇനി നമുക്ക് 1 by 1 ഫോം നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ HTML നമ്മൾ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കണ്ടെയ്നറിനകത്താണ് നമ്മൾ ഈ ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഒരു കണ്ടെയ്നർ നമ്മൾ കൊടുക്കാൻ കാരണം നമുക്ക് ഈ ഒരു ഫോം എനിക്ക് സെൻറ്ററിൽ കൊണ്ടുവരണം, അതായത് ബ്രൗസറിൻ്റെ സെൻറ്ററിൽ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഈ ഒരു കണ്ടെയ്നർ എന്ന് പറഞ്ഞ ഈ ഒരു ക്ലാസ് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാനത് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ, അതായത് ഇവിടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടാണ് കണ്ടെയ്നർ എന്ന് പറഞ്ഞ പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് HTML ആക്സസ് ചെയ്യുന്നത് ഡോട്ട് ഉപയോഗിച്ചാണ്. ക്ലാസ് ആയതുകൊണ്ട് ഡോട്ട് ആ പേര് എന്താണോ ആ പേരാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ശേഷം ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക കേർലി ബ്രാക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് ആണെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിന്. ഡോട്ട് ആ ഒരു ക്ലാസ് നെയിം എന്താണോ ആ നെയിം കൊടുത്തിട്ട് കേർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. മേ ബി നിങ്ങളിപ്പോൾ ക്ലാസ്സിന് പകരം ID ആണ് കൊടുത്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡോട്ടിന് പകരം ഹാഷ് കൊടുക്കണം. സോ ഇനി എനിക്ക് ഈ ഒരു ഫോം സെൻറ്ററിൽ കൊണ്ടുവരണം. അപ്പോൾ സെൻറ്ററിൽ കൊണ്ടുവരാനായിട്ട് ആദ്യം ഞാൻ ഡിസ്പ്ലേ ഫ്ലെക്സ് പ്രോപ്പർട്ടി ഞാൻ കൊടുക്കുകയാണ്. ഡിസ്പ്ലേ ഫ്ലെക്സ് അലൈൻ ഐറ്റംസ് സെൻറ്റർ ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് സെൻറ്ററിൽ വന്നിട്ടുണ്ട്, നടുക്ക് വന്നിട്ടില്ല. നടുക്ക് വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയും കൂടെ കൊടുക്കണം. ഹൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയും കൂടെ കൊടുക്കണം. ഹൈറ്റ് 100 വ്യൂ പോർട്ട് ഹൈറ്റ് കൊടുക്കുക. വ്യൂ പോർട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ക്രീനിൻ്റെ ഹൈറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ആ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ ഇല്ലേ, ഈ സ്ക്രീനിൻ്റെ ഹൈറ്റാണ് വ്യൂ പോർട്ട് ഹൈറ്റ്. അതുപോലെ വ്യൂ പോർട്ട് വിഡ്ത്തും ഉണ്ട്, അതായത് മാക്സിമം വിഡ്ത്ത്, ആ സ്ക്രീനിൻ്റെ മാക്സിമം വിഡ്ത്ത്. വ്യൂ പോർട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്ക്രീനിൻ്റെ മാക്സിമം ഹൈറ്റ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹൈറ്റ് 100 വ്യൂ പോർട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈ പറയുന്ന ഫോം നമുക്ക് കറക്റ്റ് സെൻട്രലായിട്ട് കിട്ടും ആ സ്ക്രീനിൻ്റെ. നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫോം നമുക്ക് സെൻറ്ററിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇനി നമുക്ക് ഫോം കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ HTML ഡോക്യുമെൻ്റ് വരിക. കണ്ടെയ്നർ നമ്മൾ സ്റ്റൈൽ ചെയ്തു, കണ്ടെയ്നറിനകത്താണ് ഇനി ഫോം വരുന്നത്. അപ്പോൾ നമുക്ക് ഫോം സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഫോമിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫോമിനെ ടാർഗറ്റ് ചെയ്യാൻ ആദ്യം കണ്ടെയ്നറിനകത്തായതുകൊണ്ട് കണ്ടെയ്നർ എന്ന് പറഞ്ഞ ക്ലാസ് കോൾ ചെയ്യുന്നു. അതിനകത്താണ് ഫോം എന്ന് പറഞ്ഞ ടാഗ്. സോ ഫോം എന്ന് പറഞ്ഞ ടാഗ് ഞാൻ ടാർഗറ്റ് ചെയ്തു. ശേഷം നമുക്ക് കസ്റ്റമൈസ് ചെയ്യണം. ആദ്യം ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവാൻ വേണ്ടി ഞാൻ റെഡ് കൊടുക്കുന്നു. അപ്പോൾ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ആ ഫോമിൻ്റെ വന്നേക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി എനിക്ക് കുറച്ച് സ്പേസിങ് വേണം. അപ്പോൾ ഇന്നർ സ്പേസിങ് നമ്മളെപ്പോഴും പാഡിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നർ സ്പേസിങ് ഒരു ഫോമിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഇന്നർ സ്പേസിങ് എന്താണോ അതാണ് പാഡിങ്. ഔട്ടർ സ്പേസിങ് എന്താണോ അതാണ് മാർജിൻ. ഓക്കെ, ഇന്നർ സ്പേസിങ് എന്താണോ അതാണ് പാഡിങ്, ഔട്ടർ സ്പേസിങ് എന്താണോ അതാണ് മാർജിൻ. ഓക്കെ, ഇവിടെ നമുക്ക് ഇന്നർ സ്പേസിങ് ആണ് വേണ്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ പാഡിങ് ആണ് കൊടുക്കുന്നത്, പാഡിങ് പ്രോപ്പർട്ടി. പാഡിങ് ഞാൻ ഒരുപാടൊന്നും വേണ്ട, 12 പിക്സൽ ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഒരു 12 പിക്സൽ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് പാഡിങ്, അതായത് ഇന്നർ സ്പേസിങ് കുറച്ച് വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. ശേഷം എനിക്ക് ഈ ഒരു ബോർഡർ കുറച്ച് കർവായിട്ട് കിട്ടണം. ഇത് കണ്ടോ, കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ വേണ്ട, കുറച്ച് കർവ് ഷേപ്പിൽ എനിക്ക് കിട്ടണം, അതായത് ബോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ബോർഡർ റേഡിയസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട് CSS-ൽ. അതിൽ നമ്മളൊരു 2 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോയിൻ്റർ എന്നുള്ള ആ ഒരു പോയിൻ്റ് മാറിയിട്ട് ഒരു ചെറിയൊരു കർവ് ഷേപ്പ് എല്ലാ ബോർഡേഴ്സിലും 4 ബോർഡേഴ്സിലും ആ ഫോമിൻ്റെ 4 ബോർഡറിലും ഒരു കർവ് ഷേപ്പ് വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ പറഞ്ഞ ഫോം നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോമിൻ്റെ ഒരു ഇന്നർ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ അത് വൈറ്റ് ആക്കിയാണ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് റെഡ് കൊടുത്തത്. നമുക്ക് ഇങ്ങനെ കൊടുക്കാം കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഡയറക്റ്റ് വൈറ്റ് എന്ന് എഴുതി കൊടുക്കാം. ആ കളറിൻ്റെ പേര് എന്താണോ കളറിൻ്റെ പേര് നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഹെക്സാ വാല്യൂ നമുക്ക് കൊടുക്കാം. ഹെക്സാ വാല്യൂ എന്ന് പറഞ്ഞാൽ #FFF ഇതെന്ന് പറയുന്നത് വൈറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് RGB വാല്യൂസ് കൊടുക്കാം. RGB എന്ന് പറയുന്നത് റെഡ്, ഗ്രീന്, ബ്ലൂ. അപ്പോൾ ഈ 3 വാല്യൂയും കൂടെ കൊടുക്കുമ്പോൾ ഒരു കളർ കിട്ടും. ആ കളർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. മിക്കപ്പോഴും നമ്മൾ ഹെക്സാ വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കളേഴ്സും ചിലപ്പോൾ ടൈപ്പ് ചെയ്താൽ നമുക്ക് കിട്ടണമെന്നില്ല. നമ്മൾ ഹെക്സാ വാല്യൂസ് ആണ് മിക്കപ്പോഴും കൊടുക്കുന്നത്, അല്ലെങ്കിൽ RGB വാല്യൂസ് ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ബോക്സ് ഷാഡോ നമുക്ക് ഈ ഒരു ഫോമിന് കൊടുക്കണം. ബോക്സ് ഷാഡോ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ബാക്ക്ഗ്രൗണ്ട്
വൈറ്റും ഫോമിൻ്റെ ബാക്ക്ഗ്രൗണ്ടും വൈറ്റും അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അതായത് ഫോമിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്കത് തമ്മിലൊരു ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബോക്സ് ഷാഡോ നമ്മൾ കൊടുക്കുകയാണ്. ബോക്സ് ഷാഡോ ശേഷം 4 വാല്യൂസ് നമ്മൾ കൊടുക്കണം. ആദ്യം 0 പിക്സൽ, 4 പിക്സൽ, 8 പിക്സൽ, ഒരു 8 പിക്സൽ നമ്മൾ കൊടുക്കാം. 8 പിക്സൽ കളർ ഡിഫൈൻ ചെയ്യുക. RGBA 0.3. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ബോക്സ് ഷാഡോ വന്നേക്കുന്നത്. നമുക്ക് കുറച്ച് റേഞ്ച് കുറച്ചും കൂടെ കുറച്ച് കൊടുക്കാം. 4 പിക്സൽ ആൻഡ് 2 പിക്സൽ, 4 പിക്സൽ. ഇപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ തമ്മിൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കാണാൻ സാധിക്കും. അതായത് ബാക്ക്ഗ്രൗണ്ട് കളറും വൈറ്റും ഫോമിനും വൈറ്റും ഉണ്ടെന്നുള്ളത് ഇപ്പം നമുക്ക് ബോക്സ് ഷാഡോ കൊടുത്തപ്പോൾ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ ഫോമിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് H3 ആണ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് ഫോമിനകത്തായതുകൊണ്ട് തന്നെ ഫോം എന്ന് എഴുതിയിട്ട് H3 ടാർഗറ്റ് ചെയ്തു. ശേഷം കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ആദ്യം തന്നെ എനിക്ക് ടെക്സ്റ്റ് സെൻറ്റർ വരണം. അതിനായിട്ട് ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുക്കുന്നു. ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെൻറ്റർ വന്നേക്കുന്നത് കാണാൻ സാധിക്കും. ശേഷം കുറച്ച് സ്പേസിങ് വേണം. ടോപ്പും ബോട്ടവും ടെക്സ്റ്റിൻ്റെ ടോപ്പും ബോട്ടവും കുറച്ച് സ്പേസിങ് വേണം. ഇന്നർ ആയതുകൊണ്ട് തന്നെ ഞാൻ പാഡിങ് ബ്ലോക്ക് എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ടോപ്പും ബോട്ടവും നമുക്ക് സ്പേസിങ് കിട്ടാൻ വേണ്ടി ഞാനൊരു 4 പിക്സൽ ഞാൻ സ്പേസിങ് കൊടുക്കുകയാണ്. ടോപ്പും ബോട്ടവും കുറച്ചും കൂടെ നമുക്ക് സ്പേസിങ് കൊടുക്കാം, ഒരു 8 പിക്സൽ. ഇനി നമുക്ക് ഈ പറയുന്ന പോലെ ഫോമിൻ്റെ അകത്തുള്ള ഇൻപുട്ട് ഫീൽഡ് നമുക്ക് സ്റ്റൈൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഫോമിനകത്ത് തന്നെയാണ് വരുന്നത്. ഫോമിനകത്തുള്ള ഫോം കൺട്രോൾ എന്ന ഡിവിഷനകത്താണ് ഈ പറഞ്ഞ ലേബലും ഇൻപുട്ടും വരുന്നത്. ലേബൽ എന്ന് പറയുന്നത് ഈ ഒരു ടെക്സ്റ്റാണ് ലേബൽ എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻപുട്ടാണ് ഈ ടെക്സ്റ്റ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൊടുത്തേക്കുന്നത് എങ്ങനെയാണ്? ഫോം കൺട്രോൾ എന്നൊരു ഡിവിഷനകത്താണ്, ഒരു ക്ലാസ്സിനകത്താണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഫോമിനകത്ത് തന്നെ .ഫോം കൺട്രോൾ എന്ന് പറയുന്നൊരു ഡിവിഷനകത്ത് ആണ് നമ്മൾ ഈ പറയുന്ന പോലെ ലേബലും ഇൻപുട്ട് ഫീൽഡും കൊടുത്തത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലേബലും ഇൻപുട്ട് ഫീൽഡും 1 by 1 താഴോട്ട് നമുക്ക് കിട്ടണം. ഇപ്പോൾ കണ്ടോ, ഇത് രണ്ടും ഒരേ ലൈനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് താഴോട്ട് കിട്ടാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ പറഞ്ഞ ഫോം കൺട്രോൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ ഫ്ലെക്സ് പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കണം. ഫ്ലെക്സ് പ്രോപ്പർട്ടി ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുക. ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. നമ്മളിവിടെ കൊടുക്കേണ്ടത് ഫ്ലെക്സ് ഡയറക്ഷൻ കോളം കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്പേസിങ് വേണം. ഓരോ ഫോം തമ്മിൽ കുറച്ച്, അതായത് ഓരോ ഇൻപുട്ട് ഫീൽഡ് തമ്മിൽ സ്പേസിങ് വേണം. അപ്പോൾ അതിനായിട്ട് സ്പേസിങ് വേണ്ടി നമ്മൾ മാർജിൻ കൊടുക്കുകയാണ്. മാർജിൻ നമ്മളൊരു 12 പിക്സൽ നമ്മൾ കൊടുക്കുകയാണ് സ്പേസിങ് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്കൊരു 12 പിക്സൽ നമുക്കൊരു സ്പേസിങ് നമുക്ക് അവിടെ കിട്ടിയെന്ന് കാണാൻ സാധിക്കും. ഓരോ ഇൻപുട്ട് ഫീൽഡിൻ്റെ ഇടയ്ക്ക് നമുക്ക് സ്പേസിങ് നമുക്ക് കിട്ടിയെന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ പറയുന്ന ലേബലും ഇൻപുട്ട് ഫീൽഡും തമ്മിൽ സ്പേസിങ് കിട്ടണം. നമുക്ക് ഫ്ലെക്സിനകത്ത് തന്നെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഗ്യാപ്പ് എന്ന് പറയുന്ന ഗ്യാപ്പ് ഞാനൊരു 3 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന ഇൻപുട്ട് ഫീൽഡും ലേബലും തമ്മിൽ കുറച്ച് സ്പേസിങ് കിട്ടും. എനിക്ക് വേണമെങ്കിൽ അത് കുറച്ച് കൂട്ടിക്കൊടുക്കാം. വേണമെങ്കിൽ ഒരു 4 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കാണാൻ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടോ, ഇൻപുട്ട് ഫീൽഡും ആ ഒരു ലേബലും തമ്മിലുള്ള കുറച്ച് ഗ്യാപ്പ് വന്നേക്കെന്ന് കാണാൻ സാധിക്കും. ഇനി എനിക്ക് ഈ ഒരു ഫോമിന് കുറച്ച് വിഡ്ത്ത് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഒട്ടും വിഡ്ത്തില്ല. അപ്പോൾ അത് വിഡ്ത്ത് കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ നമ്മൾ കൊടുത്ത ഫോമിനകത്ത് വരിക. ഫോമിനകത്ത് നമുക്ക് വിഡ്ത്ത് ഒരു മാക്സിമം വിഡ്ത്ത് എത്ര എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് മാക്സ് വിഡ്ത്ത് എന്നുള്ള പ്രോപ്പർട്ടി ടൈപ്പ് ചെയ്യുക. ശേഷം ഞാനൊരു 600 പിക്സൽ ഞാൻ കൊടുക്കുകയാണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വരത്തില്ല, കാരണം നമുക്ക് അതിൻ്റെ വിഡ്ത്ത് നമുക്ക് 100% കൊടുക്കണം. അപ്പോൾ വിഡ്ത്ത് 100% നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 600
പെർസെൻറ്റേജ് അല്ലെങ്കിൽ 600 പിക്സൽ വിട്ട് ആ ഒരു ഫോം എടുത്തേക്കുന്ന കാണാൻ സാധിക്കും. 600 എന്നുള്ളതൊരു 400 കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടുണ്ട് ആ ഫോം കാണാനായിട്ട്. പിന്നെ നമുക്ക് ഇൻപുട്ട് ഫീൽഡ്, ഓരോ ഇൻപുട്ട് ഫീൽഡിനും നമുക്ക് കുറച്ച് സൈസ് കൂട്ടി കൊടുക്കണം. കാരണം ഇത് ഭയങ്കര ചെറുതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതിനായിട്ട് താഴെ വരിക, ഫോം കൺട്രോൾ എന്നുള്ള ടാർഗറ്റ് ചെയ്യുക ക്ലാസ്. കാരണം ഫോം കൺട്രോളിനകത്താണല്ലോ ഈ പറയുന്ന ലേബലും ഇൻപുട്ട് ഫീൽഡും വരുന്നത്. അപ്പോൾ ഫോം കൺട്രോൾ, അതിനകത്തുള്ള ഇൻപുട്ട് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നു, ഇൻപുട്ട്. അപ്പോൾ ആദ്യം ഞാൻ അതിന് ഹൈറ്റ് കൊടുക്കുകയാണ്. ഒരു ഹൈറ്റ് ഒരു 30 പിക്സൽ ഞാൻ ഹൈറ്റ് കൊടുക്കുന്നു. ഒരു 35 പിക്സൽ കൊടുക്കാം. 35 പിക്സൽ ഹൈറ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഇൻപുട്ട് ഫീൽഡിൽ കൊണ്ട് മൗസ് പോയിൻ്റർ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് സ്പേസിംഗ് ഇല്ല ഇൻപുട്ട് ഫീൽഡിനകത്ത്. അപ്പോൾ അതിനായിട്ട് സ്പേസിങ് കിട്ടാൻ വേണ്ടി കുറച്ച് പാഡിങ് ഞാൻ ആഡ് ചെയ്യുകയാണ്. അതായത് ടോപ്പ് ആൻഡ് ബോട്ടം എനിക്ക് സ്പേസിങ്ങിൻ്റെ ആവശ്യമില്ല. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കുറച്ച് സ്പേസിങ് വേണം. ടോപ്പ് ആൻഡ് ബോട്ടം ഞാൻ 0 പിക്സൽ ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഞാനൊരു 10 പിക്സൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. കണ്ടോ, ഇപ്പോൾ കേഴ്സർ കുറച്ചും കൂടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് മൂവ് ചെയ്തിട്ടാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മളവിടെ സ്പേസിങ് നമ്മൾ കൊടുത്തേക്കാണ് ആ ഇൻപുട്ട് ഫീൽഡിനകത്ത്. ഓക്കെ, ഇനി ഫൈനലായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ബട്ടൺ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഫോമിൻ്റെ ഏകദേശം ഒരു 70% ഒരു 80 അല്ലെങ്കിൽ ഒരു 80% നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ബട്ടൺ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ബട്ടൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബട്ടൺ ഫോമിൻ്റെ, അതായത് ഈ ഒരു ഫോം കൺട്രോളിൻ്റെ വെളിയിലാണ് നമ്മൾ ബട്ടൺ നമ്മൾ കൊടുത്തേക്കുന്നത് HTML സെക്ഷനിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ CSS അത് കോൾ ചെയ്യുമ്പോൾ ഫോം കൺട്രോളിൻ്റെ വെളിയിലായതുകൊണ്ട് തന്നെ ഫോം കൺട്രോൾ എന്നുള്ളത് എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ബട്ടൺ എന്നുള്ളത് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ബട്ടൺ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ആദ്യം ബട്ടൺ ഞാനൊരു ഹൈറ്റ് കൊടുക്കുകയാണ്. ഹൈറ്റ് ഒരു 35 പിക്സൽ ഞാൻ കൊടുക്കുന്നു. ശേഷം വിഡ്ത്ത് കൊടുക്കുകയാണ്. ഒരു മാക്സിമം വിഡ്ത്ത് കൊടുക്കുന്നു ബട്ടണിന്. മാക്സിമം വിഡ്ത്ത് ഒരു 60 പിക്സൽ കൊടുക്കുന്നു. അതുപോലെ വിഡ്ത്ത് 100% കൊടുക്കുന്നു. ആ ഒരു വിഡ്ത്ത് ആ ബട്ടൺ മൊത്തത്തിൽ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് വിഡ്ത്ത് കുറച്ചും കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഒരു 80 പിക്സൽ കൊടുത്തു നോക്കാം. ഓക്കെ, ഇപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ എനിക്ക് ആ ബട്ടൺ സെൻറ്ററിൽ വരണം. സെൻറ്ററിൽ വരാനായിട്ട് നമുക്കിവിടെ മാർജിൻ നമുക്ക് ഓട്ടോ കൊടുക്കാം. ഓട്ടോ, അതുപോലെ തന്നെ ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ബട്ടൺ സെൻറ്ററിൽ വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ ബട്ടണും ഇപ്പോൾ നമ്മൾ ഏകദേശം 90% നമ്മളിപ്പോൾ ആ ഫോം റെഡി ആക്കിയിട്ടുണ്ട്. ബട്ടൺ നമ്മൾ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബട്ടണിൻ്റെ വെളിയിലുള്ള ഈ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഈ ഒരു ബോർഡർ നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ബോർഡർ നൺ കൊടുക്കുക. അപ്പോൾ ആ ബട്ടണിൻ്റെ വെളിയിലുള്ള ആ ഒരു ബോർഡർ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർവ് ഷേപ്പ് കിട്ടാനായിട്ട് ബോർഡർ റേഡിയസ് എന്നത് കൊടുക്കുക. ബോർഡർ റേഡിയസ് ഒരു 4 പിക്സൽ കൊടുക്കുക. ഒരു കർവ് ഷേപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും 4 ബോർഡേഴ്സിലും. അതുപോലെ തന്നെ കളർ ഞാൻ മാറ്റുകയാണ്. ബട്ടണിൻ്റെ കളർ മാറ്റാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന പ്രോപ്പർട്ടി കൊടുക്കുക. ഞാനൊരു ബ്ലാക്കാണ് കൊടുക്കുന്നത്. ബ്ലാക്കിൻ്റെ ഹെക്സാ വാല്യൂ ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹെക്സാ വാല്യൂ ആണ് ഞാൻ വേണ്ടി കൊടുക്കുന്നത്. ബ്ലാക്ക് ആകുമ്പോഴത്തേക്ക് #000 ഇതാണ് ബ്ലാക്കിൻ്റെ ഹെക്സാ വാല്യൂ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബട്ടണിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ
കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ബട്ടണിനകത്തുള്ള ടെക്സ്റ്റ് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ടെക്സ്റ്റ് കാണാൻ സാധിക്കാത്തതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ആ ബട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ടെക്സ്റ്റിൻ്റെ കളറും ബ്ലാക്ക് ആണ്. അപ്പോൾ ബ്ലാക്കും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് കാണാൻ സാധിക്കാത്തത്. അപ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ബട്ടണിനകത്തുള്ള ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് കളർ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ശേഷം ഞാൻ ടെക്സ്റ്റിൻ്റെ കളറ് വൈറ്റ് ആക്കിയാണ്. അപ്പോൾ അതിനായിട്ട് ഹെക്സാ വാല്യൂ വൈറ്റ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ടെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് വിസിബിളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ടെക്സ്റ്റ് എനിക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കിട്ടണം. ഇപ്പോൾ ഇത് സ്മോൾ ലെറ്റേഴ്സിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് CSSൽ ടെക്സ്റ്റ് ട്രാൻസ്ഫോം. ടെക്സ്റ്റ് ട്രാൻസ്ഫോം അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ലഭിച്ചേക്കുകയാണ്. ഓക്കെ, കർസർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. കർസർ പോയിൻ്റർ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടി ആഡ് ചെയ്യുക. ഈ ഒരു പ്രോപ്പർട്ടി ആഡ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ആ ഒരു ബട്ടണിനകത്ത് മൗസ് പോയിൻ്റർ കൊണ്ട് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ കൊണ്ടുവരാൻ നേരത്ത് ഹവർ ചെയ്യാൻ നേരത്ത് കർസർ ഒരു ഹാൻഡിൻ്റെ സിമ്പിളായിട്ട് വന്നേക്കാൻ കാണാൻ സാധിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ഫോം നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇനിയും നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഇതിൽ വരുത്താം. ബേസിക്കായിട്ട് നമ്മളൊരു ഫോം ഇങ്ങനെയാണ് HTMLഉം CSSഉം ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ട് ഒരുപാട് സ്റ്റൈലൊന്നും ഇല്ലാതെ ബേസിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു HTML ഫോമാണിത്. അപ്പോൾ ബേസിക്കായിട്ട് ഇങ്ങനെയാണ് CSS ഉപയോഗിച്ച് നമ്മളൊരു ഫോം കസ്റ്റമൈസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അതിനുള്ളൊരു റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.